എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ശാരീരികാവസ്ഥയിലൊന്നും അല്ല. അന്ന് 2 ദിവസം കൊണ്ട് പനി വന്ന് കിടന്നു. അപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോ ഒക്കെ ഞാൻ ഒരാഴ്ച മുന്നൊക്കെയോ എടുത്ത് വെച്ചിരുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നും വീഡിയോ ഒന്നും എടുക്കണ്ട, ഒന്ന് റെസ്റ്റ് എടുത്ത് പനി കംപ്ലീറ്റ്ലി മാറിയതിന് ശേഷം വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് മുന്നേ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ സായി കൃഷ്ണ എയർപോർട്ടിൽ വന്നതും അപ്പോൾ മീഡിയാസൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ ഇടണമെന്ന് കേട്ടോ. സായി കൃഷ്ണയെ കുറിച്ചൊന്നും അല്ല ഈ വീഡിയോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ നിന്ന് ആരൊക്കെ പുറത്തേക്ക് വരുന്നു, ഈ പുറത്ത് വരുന്ന എല്ലാവരോടും ഈ മീഡിയാസിന് മുഴുവൻ ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം, ജാസ്മിൻ എന്ത് ചെയ്യുന്നു, ജാസ്മിൻ എന്ത് പറയുന്നു. ഇനി ഇവരുടെ തംബ്നെയിൽസ് എന്ന് പറഞ്ഞ ജാസ്മിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പൊട്ടിത്തെറിച്ച് ഇന്ന ആൾ, അതിനകത്ത് അവർ പൊട്ടിത്തെറിക്കുന്നതുമില്ല, അവരാരെക്കുറിച്ചും മോശം പറയുന്നതുമില്ല. ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പോലും ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ കാണില്ല. ഈ പുറത്തു വരുന്ന എല്ലാ മത്സരാർത്ഥികളോടും ജാസ്മിനെ കുറിച്ച് ചോദിക്കേണ്ട കാര്യം എന്താണ്? പിന്നെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജാസ്മിൻ അത്രയും ഫെയിമും ജാസ്മിൻ അത്രയും പബ്ലിസിറ്റിയും ഒക്കെ കൂടുകയാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ കേട്ടോ. ഇങ്ങനെ ആവശ്യമില്ലാത്ത ആരോപണങ്ങളിലൂടെയും ആവശ്യമില്ലാത്ത ട്രോളുകളും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോഴത്തെ ഒരു റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ, ആൾക്കാരുടെ ഒരു ജനപിന്തുണ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞ ഈ ട്രോളുകളും ഇമാതിരിയുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള അനാവശ്യ ചോദ്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ പെൺകുട്ടിക്ക് ഇത്രമേൽ വോട്ട് നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ജാസ്മിൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് എന്തുകൊണ്ടാണ് ഒരു അനുഭാവം തോന്നിയത്, അല്ലെങ്കിൽ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇടണമെന്ന് എനിക്ക് തോന്നിച്ചത് തന്നെ ഈ പെൺകുട്ടിക്കെതിരെയുള്ള ഈ നെഗറ്റിവിറ്റി കലർന്ന വീഡിയോസ്, ട്രോൾസ് ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ എത്രയോ ആളുകൾ ഉണ്ടാവും. അപ്പം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ഇല്ല, ഒന്ന് ചീഞ്ഞാലേ ഒന്ന് വളമാകൂ എന്നൊക്കെ പറയത്തില്ലേ, ഈ ഒരു കാര്യത്തിൽ അത് കറക്റ്റാണ്. ജാസ്മിന് വേണ്ടുന്ന ആവശ്യമോ അനാവശ്യമായ പബ്ലിസിറ്റി നിങ്ങൾ വഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജാസ്മിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചു എന്നൊരു തംബ്നെയിൽ കണ്ട് അങ്ങോട്ട് ചെല്ലും ഇപ്പോൾ. കാരണം ജാസ്മിൻ അത്ര ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റിയാണ്, ആർക്കും ഇഷ്ടമില്ലാത്തൊരു പേഴ്സണാലിറ്റി ആണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനാണല്ലോ നിങ്ങളിത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. ആവശ്യത്തിലധികം പബ്ലിസിറ്റിയും ഒരു എല്ലാവരിൽ നിന്നുള്ള കരുണയും ഒക്കെ ആ ഒരു മത്സരാർത്ഥിയിലേക്ക് പോകുന്നുണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ വോട്ടിങ്ങിലൊന്നും കള്ളത്തരം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ പച്ചക്കള്ളമാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്മാരാണല്ലോ മത്സരാർത്ഥികളായിട്ട് നിൽക്കുന്നത്, മനുഷ്യന്മാരാണല്ലോ കാണുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ഒരു അലിവുണ്ടാവും കേട്ടോ. ഒരാളെ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ആ ദ്രോഹിക്കപ്പെടുന്ന ആളുടെ കൂടെ നിൽക്കാനുള്ള ഒരു മനസ്സ് ഏതൊരു മനുഷ്യനും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ജാസ്മിന് ഈ കപ്പെന്ന് പറയുന്ന ആ ഒരു റൂട്ടിലേക്ക് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിജയം തന്നെയാണിത് കേട്ടോ. ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ മത്സരാർത്ഥിയുടെ വിചാരം എന്താ? ഇവർ ഇത്ര ദിവസം, ഒരു 70 ദിവസം നിന്ന് ഞങ്ങൾ സ്റ്റാർ ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിലെ സങ്കല്പം ഇവരെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമെന്നുള്ളതായിരിക്കും. ഇവരങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ജാസ്മിൻ എങ്ങനെയുണ്ട്. തീർന്നു, കോൺഫിഡൻസ് തീർന്നു. ജാസ്മിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ 24/7 കാണൂ. ജാസ്മിൻ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് കാണാം. നിങ്ങൾ ആ ചോദിക്കുന്ന മൊമെന്റിൽ പോലും 24/7 നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജാസ്മിൻ എന്ത് ചെയ്യുന്നു, ജാസ്മിൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ. ജാസ്മിൻ കപ്പടിക്കുവോ? നിങ്ങൾ ആ ഗെയിം കുത്തിയിരുന്ന് കാണും. ഇത് എപ്പിസോഡ് കാണാൻ ഇവർക്ക് പറ്റത്തില്ല, മടിയന്മാരാണ്. ലൈവ് കാണാൻ ഒട്ടും പറ്റില്ല. ഇതിനു വേണ്ടി ടൈം കളയാനൊന്നും അവർക്ക് പറ്റില്ല. അപ്പൊ ഈ വരുന്നവരും പോകുന്നവരടുത്ത് ജാസ്മിൻ എങ്ങനെയുണ്ട്, കാരണം കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്, ഒരു ടൈറ്റിലുള്ള ആളാണല്ലോ ജാസ്മിൻ. അപ്പം ജാസ്മിനെ കുറിച്ച് ഈ വരുന്നവർക്ക് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടാക്കാമല്ലോ.